ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതൊരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ, കുറച്ച് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ്. അതിലേക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ കുറച്ചൊഴിച്ചു. കുറച്ച് മതി എണ്ണ. കടുക്, എണ്ണ ചൂടാകുമ്പോൾ കടുക്, പച്ചമുളക്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വേവിച്ചത് കുഴയാതെ, കുറച്ച് ചെറുപയർ വേവിച്ചത്, കുറച്ച് സാമ്പാർ പരിപ്പ്, പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇത് വേവിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോഴൊക്കെ ഒരു തോരൻ ഉണ്ടാക്കാം. സവാള, പച്ചമുളക്, ഇത് കടുക് വറുത്തു, വേവിച്ച പീസ്, കുതിർത്ത പീസാണ്, കുറച്ച് ചെറുപയർ വേവിച്ചത്. അപ്പോൾ തന്നെ പയർ മാത്രം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ടേസ്റ്റായിട്ടുള്ളത് 2-3 തരം പരിപ്പ് വർഗ്ഗങ്ങൾ ചേരുമ്പോഴാണ്. ഉപ്പ്, മുളക് പൊടി, ജീരകം, ഫ്ലെയിം കുറച്ച് വയ്ക്കുക. കുറച്ച് മഞ്ഞളിടാം. ഇവിടെ സാമ്പാർ കുറച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇടാം. വളരെ എളുപ്പം എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വയസ്സായവർക്കൊക്കെ ഇത് ഹെൽത്തിന് പറ്റിയൊരു തോരനാണ്. അങ്ങനെ നമ്മുടെ പയറുവർഗ്ഗങ്ങളുടെ തോരൻ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.